ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു IPO വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. 192 വർഷം പഴക്കമുള്ള ഒരു ജ്വല്ലറിയാണ് PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ്. അവരുടെ IPO വരികയാണ്, അതിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. PN ഗാഡ്ഗിൽ ജ്വല്ലറി എന്ന് പറയുന്നത് 192 വർഷം പഴക്കമുള്ള ഒരു ജ്വല്ലറിയാണ്. ഇപ്പോൾ അവർക്ക് നിലവിൽ 39 റീറ്റെയിൽ സ്റ്റോറുകളാണുള്ളത്. ഇത് ജൂലൈ 2024 വരെയുള്ള കണക്കാണ്. അതുപോലെ തന്നെ ഇവരുടെ ബ്രാൻഡ് വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡാണ്. PNG എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. 32 സ്ഥലങ്ങളിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലാണ്. ഇതിൽ 6100 കോടി രൂപയുടെ വിറ്റുവരവാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി രേഖപ്പെടുത്തിയത്. ഇതിൽ 2/3 ഭാഗവും വരുന്നത് പൂനെയിൽ നിന്നാണ്. പൂനെയിലാണ് ഇവർക്ക് 3 സ്റ്റോറുകളുള്ളത്. അതിൽ നിന്നാണ് മൊത്തം റവന്യൂയുടെ ഏകദേശം 25% വരുന്നതെന്ന് പറയാം. മൊത്തം 39 സ്റ്റോറുകളിൽ 28 സ്റ്റോറുകളും കമ്പനി തന്നെ നേരിട്ട് നടത്തുന്ന, കമ്പനി തന്നെ നേരിട്ട് ഓൺ ചെയ്യുന്ന ഷോറൂമുകളാണ്. ഇതാണ് 93% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള കുറച്ച് സ്റ്റോറുകൾ ഫ്രാഞ്ചൈസി സ്റ്റോറുകളാണ്. അതിൽ 30% ഏകദേശം 7% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയാം. 30%-ഓളമാണുള്ളത്. അതായത് ഫ്രാഞ്ചൈസി സ്റ്റോറുകളാണ്. 7% റവന്യൂ ആണ് അവർ മൊത്തത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു 1100 കോടി രൂപയുടെ IPO ആണിത്. ഇതിൽ 850 കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ്. ഇനി ഈ 850 കോടി രൂപ എങ്ങനെ ഉപയോഗിക്കാൻ തോന്നിച്ചു കഴിഞ്ഞാൽ 393 കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് പുതിയ ഷോറൂമുകൾ തുടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് 12 പുതിയ ഷോറൂമുകളാണ് അവർ പ്ലാൻ ചെയ്തത്. അതിലേക്കാണ് ഈ ഫണ്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 300 കോടി രൂപ അവരുടെ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 397 കോടി രൂപയുടെ ഡെറ്റാണ് കമ്പനിക്കുള്ളത്. അതിൽ 300 കോടി രൂപ ഇതുവഴി റീപേ ചെയ്യുന്നതാണ്. ഇനി 250 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. ഇപ്പോൾ നിലവിലുള്ള 100% ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് 83% കുറക്കും. അതായത് 17% അവരവരുടെ ഓഹരികൾ വിൽക്കുന്നു എന്ന് വേണം പറയാൻ. 456-നും 480-നും ഇടയിലാണ് ഇവരുടെ പ്രൈസ് റേഞ്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 6514 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, 17% ഡയല്യൂഷൻ. ഇനി സെപ്റ്റംബർ 10, അതായത് ഇന്ന് സെപ്റ്റംബർ 10, 2024 തുടങ്ങി സെപ്റ്റംബർ 12, 2024 അവസാനിക്കുന്ന IPO ഡേറ്റ്. 18 സെപ്റ്റംബറിനാണ് ഇവർ ലിസ്റ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വളരെ പാരമ്പര്യമുള്ള, വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ജ്വല്ലറി ബ്രാൻഡ് തന്നെയാണ് PN ഗാഡ്ഗിൽ എന്ന് പറയുന്നത്, സംശയമില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. അതിലേക്ക് മുന്നോടിയായിട്ട് ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അപ്പോൾ അത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളുടെ പേരിൽ ഒരുപാട് ഫേക്ക് ടെലിഗ്രാം IDകളും ടെലിഗ്രാം ചാനലുകളും വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്നും തന്നെ വഞ്ചിതരാകാതിരിക്കുക. ഞങ്ങളുടെ ചാനലുകൾക്ക് താഴെയുള്ള ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. 3 ചാനലുകളിലായിട്ടാണ് ഞങ്ങളുടെ ലിങ്കുകളുള്ളത്. ഒന്ന് എൻ്റെ ഈ സുശാന്ത് സുരേൻ എന്ന് പറയുന്ന ചാനൽ, മറ്റൊന്ന് മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന ഞങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഫേമിൻ്റെ ചാനൽ, മറ്റൊന്ന് ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം എന്ന് പറയുന്ന രാജേഷ് സാറിൻ്റെ ചാനലിലാണ്. ഈ 3 ചാനലുകളിലാണ് ഞങ്ങളുടെ ലിങ്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി 3 കമ്പനി ഓൺഡ്, കമ്പനി ഓപ്പറേറ്റഡ് ബിസിനസ്സാണ് ഇവർക്കുള്ള സ്റ്റോറുകളാണുള്ളത്. 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ 3 പുതിയ ഷോറൂമുകൾ അവർ ഇതേ സ്റ്റീലിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഈ കഴിഞ്ഞ ഫസ്റ്റ് ക്വാർട്ടറിലാണ് 3 പുതിയ ഷോറൂമുകൾ അവർ തുടങ്ങുന്നത്. 2025-ലും 26-ലുമായിട്ട് ഒരു 12 പുതിയ ഷോറൂമുകളാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൽ 12 എണ്ണം മഹാരാഷ്ട്രയിൽ തന്നെയാണ്. 4 എണ്ണം പൂനെയിലും, 1 ബോംബെ, പിന്നെ 1 നാസിക്, ഔറംഗാബാദ്, സോലാപൂർ, അതുപോലെ തന്നെ സത്താറ. ഇത്രയും സ്ഥലങ്ങളിലാണ് ഇവരുള്ളത്. ഇതിൽ 9 എണ്ണം 2025-ൽ അവർ തുറക്കും. 3 എണ്ണം അവർ 2026-ലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റോറിൽ ഏകദേശം 31 കോടി രൂപയുടെ സ്വർണ്ണമാണ് ഇവർക്ക് ഇൻവെൻട്രി ആയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായുള്ള പണം ഈ ഒരു പുതിയ IPOയിൽ നിന്നാണ് അവർ ഫണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പുതിയ സ്റ്റോർ എഡിഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രോത്ത് വിസിബിലിറ്റി കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. റവന്യൂ ഒരു സ്റ്റോറിൽ നിന്ന് ഏകദേശം 255 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി
225 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഒരു വർഷം കമ്പനി തന്നെ നേരിട്ട് നടത്തുന്ന ഒരു ജ്വല്ലറി സ്റ്റോറുകളിൽ നിന്നും കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. കമ്പനിയുടെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 36% വർധനമാണ് 2023 നിന്നും 2024 എത്തുമ്പോൾ സംഭവിച്ചത്. അതായത് 6111 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. പുതിയ 4 സ്റ്റോറുകളാണ്, നേരിട്ടുള്ള സ്റ്റോറുകൾ കമ്പനി ഓപ്പൺ ചെയ്തു. ഓൺലൈൻ സെയിൽസിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഓൺലൈൻ സെയിൽസിൽ 112 കോടി രൂപയുടെ വിറ്റുവരവാണ് കമ്പനി ഉണ്ടാക്കിയത്. വെറും 6 കോടി രൂപയായിരുന്നു 2023 ഉണ്ടായതെങ്കിൽ 2024 എത്തുമ്പോഴേക്കും അത് 112 കോടിയിലേക്ക് കമ്പനി ഓൺലൈൻ സെയിൽസിലേക്ക് വന്നു. ഗ്രോസ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ താഴോട്ടാണ് വന്നിരിക്കുന്നത്. 9.8% 2023 ഉണ്ടായിരുന്ന ഗ്രോസ് മാർജിൻ 8.4% കുറയുന്നതാണ് നമ്മൾ കണ്ടത്. അത് കാരണം അവർ പറയുന്നത് വളരെയേറെ കോമ്പറ്റീഷനുള്ള ഒരു മേഖല കൂടിയാണ് ജ്വല്ലറി ഇപ്പോൾ. അതുപോലെ തന്നെ മേക്കിംഗ് ചാർജസിൽ വരുന്നിരിക്കുന്ന കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്രൊഡക്റ്റ് മിക്സിലുണ്ടായിരിക്കുന്ന വ്യത്യാസം, പ്രത്യേകിച്ചും ബുള്ളിയൻ, അതായത് 92.2% ഷെയർ ഗോൾഡായിരുന്നു, 140 ബേസിസ് പോയിൻറ്റിൻ്റെ മാർജിൻ. അതുപോലെ തന്നെ ഡയമണ്ടിൽ ഉണ്ടായിരിക്കുന്ന മാർജിൻ കുറവ്, അതായത് 3.7% മാർജിൻ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് കൂടി അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ 65% വർധനവുണ്ട് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് 154 കോടി രൂപ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അവരുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് 2.5%. അതായത് 100 രൂപയുടെ സാധനം വിൽക്കുന്ന സമയത്ത് 2.5 രൂപയാണ് അവർക്ക് നെറ്റ് എല്ലാ ചിലവുകളും കഴിഞ്ഞ് വരുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഷെയറിന് മുകളിൽ 13 രൂപയാണ് ഏർണിംഗ് പെർ ഷെയർ ആയിട്ട് കാണിക്കാൻ സാധിക്കുന്നത്. സാധാരണയായിട്ട് സ്വർണ്ണ കമ്പനികൾ അല്ലെങ്കിൽ ജ്വല്ലറി ബിസിനസ്സിനെ വേർതിരിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആണ്. അതായത് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം അവരുടെ സ്റ്റോക്കുകൾ മാറി ക്യാഷായി മാറുന്നുണ്ടെന്നുള്ളതാണ്. PN ഗാഡ്ഗിൽ ഓപ്പറേറ്റ്സ് ഏകദേശം അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു നല്ല ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഉള്ളത്. അവർക്കത് 6x അതായത് 6 പ്രാവശ്യമെങ്കിലും അവരുടെ ഇൻവെൻട്രി ക്യാഷായിട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്രയും പ്രാവശ്യം കമ്പനിയിലേക്ക് ക്യാഷ് വരുന്നു എന്നുള്ളത് വളരെ നല്ലതാണ്. നേരെ മറിച്ച് സെൻകോ ജ്വല്ലറി അടുത്തതായിട്ട് ലിസ്റ്റ് ചെയ്തത് 2.1 2 പ്രാവശ്യം മാത്രമാണ് അവരുടെ 2.1. 2.6 കല്യാൺ ജ്വല്ലേഴ്സിന്, 3.1 ടൈറ്റൺ, 3.2 തങ്കമയിൽ. ഇവരെയൊക്കെ നോക്കുന്ന സമയത്ത് ഇവരുടെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് 6x ഈസ് സുപ്പീരിയർ. അത് തങ്കമയിലിൻ്റെ വരെ 3.2 ആണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 29% വരുന്നുണ്ട്. പക്ഷേ ഇവരാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും കുറവ് മാർജിൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനി എന്ന് കൂടി പറയാം. കാരണം 2.5% മാർജിനാണ് നെറ്റ് മാർജിൻ ഉള്ളത്. ഈ സെൻകോയുടെ നോക്കുന്ന സമയത്ത് 3.5% മാർജിൻ ഉണ്ടാക്കുന്നു. കല്യാണിന് 3.2% മാർജിനുണ്ട്. തങ്കമയിലിന് അതുപോലെ തന്നെ ടൈറ്റിനും 6.8% മാർജിൻ വരുന്നുണ്ട്. അപ്പോൾ ഇൻവെൻട്രി മാറി ക്യാഷായിട്ട് വരുന്നുണ്ടെങ്കിലും പക്ഷേ മാർജിൻ കുറഞ്ഞ പ്രൊഡക്റ്റ് മിക്സ് ആണ്, അല്ലെങ്കിൽ ഗോൾഡുകളാണ് ഇവർ വിൽക്കുന്നത്. അങ്ങനെയുള്ള പ്രൊഡക്റ്റിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുള്ളത്. അതായത് 88 to 89% വരെ വരുന്ന, അതായത് 92% വരുന്നതും ലോവർ മാർജിൻ ഗോൾഡ് സൈഡിലാണ് ഇവർ വരുന്നത്. സെൻകോയിലൊക്കെ അത് 88-89% മാത്രമേ അവർ കോൺസെൻട്രേറ്റ്. പക്ഷേ 92% ഇങ്ങനെയുള്ള ലോ മാർജിൻ ഗോൾഡ് ബിസിനസ്സിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഒരു കാരണമായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു ബജറ്റിലറിയാം, പ്രത്യേകമായിട്ടുള്ള ഗോൾഡ് ജ്വല്ലേഴ്സിനെ സംബന്ധിച്ചിട്ടൊരു ഹാമറിംഗ് ആയിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു അവരുടെ കസ്റ്റംസ് ഡ്യൂട്ടി 15% നിന്നും 6% കുറച്ചത്. ഇത് വലിയ രീതിയിലുള്ള സ്റ്റോക്ക് ലോസ്, അതായത് ഇൻവെൻട്രി ലോസിനെ പല ജ്വല്ലേഴ്സിൻ്റെ കണക്കിൽ നോക്കുന്ന സമയത്ത് കാണാൻ സാധിച്ചു. അതായത് ടൈറ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 500 കോടി രൂപയുടെ ഇൻവെൻട്രി ലോസാണ് ഈ ഒരു വാല്യൂഷൻ്റെ പുറത്ത് പോയിരിക്കുന്നത്. അതേസമയം സെൻകോയുടെ എടുത്തു കഴിഞ്ഞാൽ 50 കോടി രൂപ, തങ്കമയിലിന് ഏകദേശം 29 കോടി രൂപ, അങ്ങനെയാണ് പോയിരിക്കുന്നത്. അതേസമയം ഈ ടൈറ്റൻ്റെ കയ്യിൽ 16,000 കോടി രൂപയുടെ ഇൻവെൻട്രിയാണ് ഉണ്ടായിരുന്നത് സ്വർണ്ണത്തിൻ്റെ കേസ്. 2,400 കോടി രൂപയുടെ ഇൻവെൻട്രിയാണ് സെൻകോയുടെ കയ്യിലുണ്ടായിരുന്നത്. 1,200 കോടി രൂപയുടെ ഇൻവെൻട്രിയാണ് തങ്കമയിലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ബുക്കിൽ ഇത്രയും ഇൻവെൻട്രി ലോസ് വന്നിട്ടുണ്ട്. ആ ഇൻവെൻട്രിക്ക് കണക്കായിട്ടുള്ള ലോസ് ഈ ഒരു കസ്റ്റംസ് ഡ്യൂട്ടി പ്രവചന പ്രകാരം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ PN ഗാഡ്ഗിലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 950 കോടി രൂപയുടെ ഇൻവെൻട്രിയാണ് ഇവർക്കുള്ളത്. അതിൽ അവർക്കും ലോസ് വന്നു, 2%-ലധികം ലോസ് അവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പല ഇൻഡസ്ട്രിയിലുള്ളതുപോലെ തന്നെ ഇവർക്കും വരുന്ന ക്വാർട്ടറുകളിലും ഈ ഒരു ലോസുമായിട്ട് ആനുപാതികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ വാല്യൂഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. പുതിയ സ്റ്റോറുകൾ തുറക്കാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഗ്രോത്ത് വിസിബിലിറ്റി ഈ കമ്പനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 2025 EPS എസ്റ്റിമേഷൻ ഒരു 16 രൂപയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
അതിൻ്റെ പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് ഏകദേശം 30x 30x വരുന്നത് ഈ ഒരു കറണ്ട് ഇയർ ബേസിൽ ഏൺ ചെയ്യുന്ന സമയത്ത്. അത് മറ്റുള്ള പ്ലെയേഴ്സിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ചീപ്പായിട്ടാണ് വാല്യൂ ചെയ്തിരിക്കുന്നത്. തങ്കമയിലിന് 42x ആണ്, കാരണം സെൻകോ 49 ആണ്. ഈ രണ്ട് പ്ലെയറിനെ ഞാൻ കമ്പയർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടും റീജിയണൽ പ്ലേയേഴ്സാണ്. തങ്കമയിലായാലും സെൻകോ ആയാലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ ഒരു റീജിയണൽ പ്ലെയറാണ്. അപ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇവരൊരു മഹാരാഷ്ട്ര ബേസ്ഡ് ജ്വല്ലർ എന്ന നിലയിൽ ഇവർക്ക് 30x ഉള്ളൂ. മറ്റുള്ളവർ 42, 49x ട്രേഡ് ചെയ്യുന്നത്. മാർജിൻ കുറവാണെങ്കിലും ഈ ഗ്രോത്ത് വിസിബിലിറ്റി പുതുതായിട്ട് ഇനി 12 ഷോറൂമുകൾ കൂടി വരുന്ന സമയത്ത് അവിടെ നിന്നും ഏകദേശം റവന്യൂ, അതും കമ്പനി നേരിട്ടുള്ള ഷോറൂമുകളാണ്, ഏകദേശം 225 കോടി രൂപയുടെ റവന്യൂ ഒരു ഷോറൂമിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ സമയത്ത് അത് ലോവർ മാർജിൻ ആയാൽ പോലും അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു IPO അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണ്. പിന്നെ ഒരു തോട്ട് എനിക്ക് തോന്നിയത്, സാധാരണയായിട്ട് ഇങ്ങനെയുള്ളൊരു കമ്പനികളൊക്കെ ഗോൾഡ് റിസർവ് നല്ല ബാങ്കുകളുമായിട്ട് ഡീൽ ചെയ്യും. ഇവരുടെ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മിക്കവാറും കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. അതായത് സരസ്വത് കോപ്പറേറ്റീവ് ബാങ്കുകൾ, അതുപോലെ തന്നെ ജനശക്തി ബാങ്ക്, മഹാരാഷ്ട്രയിലും പഞ്ചാബിലൊക്കെയുള്ള കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഇവരൊക്കെയായിട്ടാണ് ഇവർക്ക് ഡീലിങ്സ് ഉള്ളത്. വേറെ ബാങ്കുകളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇപ്പോഴും ഇത്രയും ഓർഗനൈസ്ഡ് ജ്വല്ലറി ആയിട്ടുള്ള ഇപ്പോഴും ഒരു കോപ്പറേറ്റീവ് ബാങ്കുമായിട്ടാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. അത് ഇനിയിപ്പം സ്വാഭാവികമായിട്ടും ഓഫ്കോഴ്സ് അവർ മാറേണ്ടിയായിട്ട് വരും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഇനി ഞാൻ പറയാം, ഗ്രോത്ത് വിസിബിലിറ്റി ഉണ്ട്, പ്രൈസിങ് ഡിസ്കൗണ്ടഡ് പ്രൈസാണ്. സോ IPO ഒരു സബ്സ്ക്രൈബ് ആണെന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് ജ്വല്ലറി സെഗ്മെൻറ്റിലൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്യാവുന്ന ഒരു IPO ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല പാരമ്പര്യമുള്ള ഗ്രോത്ത് വിസിബിലിറ്റി ഒരു കമ്പനിയാണ്. പ്രത്യേകിച്ചും ഗോൾഡ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഫാസിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫാൻസി വാല്യുവേഷനിലേക്ക് പോയിട്ടില്ല. ഇനി അങ്ങോട്ട് ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇനി വെഡ്ഡിങ് സീസണിലേക്ക് വരുന്നു. സെക്കൻഡ് ഹാഫ് ഓഫ് അവർ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഫെസ്റ്റിവലുകളുടെയും കല്യാണങ്ങളുടെയൊക്കെ സമയമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കിലും ഫാൻസി വാല്യുവേഷൻ മുകളിലോട്ട് പോകാം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാവുന്ന IPO ആയിട്ടാണ് തോന്നുന്നത്. സ്വഭാവമായിട്ട് ഒന്നും കൂടി ഞാൻ പറയട്ടെ, സെബിയുടെ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് വിധേയമുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചതിനും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുക, IPOക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.